ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അവർ ഈ യുദ്ധത്തിന് വലിയ തോതിലുള്ള മതപരമായിട്ടുള്ള കളർ കൊടുക്കുന്നുണ്ട്. അവരുടെ ആ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പുരോഹിതൻ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ US-ൻ്റെ വാർ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, അയാൾ ഈ വിശ്വാസം പുലർത്തുന്ന ആളാണ്. അയാൾ ഈ യുദ്ധം എന്ന് പറയുന്നത് മെസ്സായയുടെ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, ഇത് ക്രുസൈഡാണ് എന്ന് വിചാരിക്കുകയും എന്ന് പറയുകയും ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് മസ്ജിദുൽ അഖ്സ പ്രവേശനം നിരോധിച്ചു. 1967 ശേഷം ആദ്യമായിട്ടാണ് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന അവിടെ നിഷേധിക്കപ്പെടുന്നത്. അതും അവസാനത്തെ വെള്ളിയാഴ്ച. ഈ ദിവസം അവിടെ തറാവീഹ് നമസ്കാരം നടക്കുന്നില്ല, റമദാനിൽ നടക്കുന്ന ചടങ്ങുകൾ നടക്കുന്നില്ല, അവിടുത്തെ ഇഫ്താർ നടക്കുന്നില്ല, അവിടുത്തെ സുഹൂർ നടക്കുന്നില്ല. ആ പള്ളി അടഞ്ഞു കിടക്കുകയാണ്. ഇത് അപൂർവമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇത് അഗൈൻ നമ്മൾ മനസ്സിലാക്കണം, മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ വെള്ളിയാഴ്ച അവിടെ നിസ്കാരം മുടങ്ങിയ ഒരേ ഒരു അനുഭവം എന്ന് പറയുന്നത് 67 ശേഷം കോവിഡിൻ്റെ സമയത്ത് മാത്രമാണ്. കോവിഡിൻ്റെ സമയത്ത് നിയമപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, 1969 മസ്ജിദുൽ അഖ്സയ്ക്ക് തീ വെക്കപ്പെടുന്നുണ്ട്. അത് തീ വെക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്. എന്താണ് റോഹൻ എന്ന പേരുള്ള ഒരു യങ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഫ്രം ഓസ്ട്രേലിയ. അയാളിത് ചെയ്യുന്നത് എഗൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് ടെമ്പിൾ അവിടെ സ്ഥാപിക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീവെപ്പ് നടക്കുന്നത്. 69 ഓഗസ്റ്റ് 21 സംഭവിക്കുന്നത്. അത് മുസ്ലിം ലോകത്ത്, അറബ് ലോകത്ത് വലിയ പ്രതിഷേധം, വലിയ തോതിലുള്ള എന്താ പറയുക വൈകാരികമായ വിക്ഷുബ്ധത സൃഷ്ടിച്ച സംഭവമായിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് 1969 സെപ്റ്റംബർ 25 ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സും റബാത്തിൽ സമ്മേളിച്ച് OICക്ക് രൂപം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ OICയുടെ രൂപീകരണത്തിന് കാരണമായ സംഭവമാണെന്ത്? മസ്ജിദുൽ അഖ്സയുടെ മെമ്പറിന് തീ വെച്ചത്. അതിൻ്റെ പ്രാധാന്യമാണത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഈ റബ്ബെ പറഞ്ഞതുപോലെ മസ്ജിദുൽ അഖ്സ തകർക്കപ്പെടുകയും അത് കത്തിക്കപ്പെടുകയും അതിൽ നിന്നുള്ള അതിനുള്ള ചാരം ഉപയോഗിച്ച് ആ പ്രദേശം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി തേർഡ് ടെമ്പിൾ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. ഇവരുടെ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ അവർ പലതരം റിലീജിയസ് ഫാൻറ്റസീസ് കൊണ്ടു കിടക്കുന്ന ആളുകളാണ് അവർ. ഈ റിലീജിയസ് ഫാൻറ്റസി പ്രകാരമുള്ള അവരുടെ കാഴ്ചപ്പാടിലുള്ള റിലീജിയസ് ഫാൻറ്റസീസ് അത് അൺഫോൾഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വഴിയൊരുക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇവരുടെ പ്രചാരണം, ഈ യുദ്ധത്തെക്കുറിച്ചുള്ള പ്രചാരണം.